ഈ ഗ്രാമത്തിൽ ഒരു രഹസ്യമുണ്ട്. രാത്രി 12-ന് ശേഷം ആരും പുറത്തേക്ക് പോകാറില്ല. കാരണം അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടി പ്രത്യക്ഷപ്പെടും. അവൾ വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കും, കാറ്റിൽ തലമുടി മൃദുവായി പറക്കും, മുഖത്ത് ഒരു ശാന്തത, പക്ഷേ കണ്ണുകളിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു ദുഃഖം. ആദ്യമായി അവളെ കണ്ടത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ പറഞ്ഞത് അവൾ ഒരു പ്രേതമാണെന്ന്. പക്ഷേ അതിൽ ഒരു വിചിത്രമുണ്ട്. അവൾ ആരെയും ഭയപ്പെടുത്തുന്നില്ല. അവൾ സംസാരിക്കുന്നു. ഓരോ രാത്രിയും ഒരു പഴയ മരത്തിന്റെ താഴെ അവൾ നിൽക്കും, ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ. ഗ്രാമത്തിലെ പഴയവർ പറയുന്നു, അവൾ ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണെന്ന്. അവളുടെ പ്രണയവും അവളുടെ മരണവും ഇന്നുവരെ ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൾ ഇപ്പോഴും ആരെയോ കാത്തിരിക്കുന്നു. ഇന്നും രാത്രിയിൽ കാറ്റ് വീശുമ്പോൾ ഒരു മൃദുവായ ശബ്ദം കേൾക്കാം, ഞാനിവിടെയുണ്ട്, ഞാൻ കാത്തിരിക്കുന്നു. ഒരു ദിവസം പതുക്കെ പുറത്തു വന്നു അവളെ ആദ്യം കണ്ട ആ ചെറുപ്പക്കാരൻ. ഒരു രാത്രിയിൽ വീണ്ടും അവളെ കാണാൻ പോയി, മരത്തിന്റെ താഴെ. അവൾ പതിവ് പോലെ തന്നെ നിന്നിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അവളുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ മെല്ലെ പറഞ്ഞു, നീ വന്നല്ലോ, ഞാൻ കാത്തിരുന്നത് നീയായിരുന്നു. അവൻ അമ്പരന്നു. ഞാനോ? എങ്ങനെ? അവൾ ചിരിച്ചു. പിന്നെ ഒരു പഴയ കഥ പറഞ്ഞു തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ ഞാൻ ജീവിച്ചിരുന്നു. എനിക്കൊരാളുണ്ടായിരുന്നു, എന്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ഒരാൾ. ഒരു രാത്രി നമ്മൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ വന്നില്ല. ആ രാത്രി ഞാൻ കാത്തിരുന്നു, പക്ഷെ അവൻ ഒരിക്കലും വന്നില്ല. അന്നേ രാത്രി എന്റെ ജീവനും ഇവിടെ തന്നെയായി അവസാനിച്ചു. അവൾ കണ്ണുനീർ തുടച്ചു. പിന്നെ അവനെ നോക്കി പറഞ്ഞു, പക്ഷേ നീ വന്നിരിക്കുന്നു. അതേ കണ്ണുകൾ, അതേ ശബ്ദം, നീ തന്നെയാണ് എന്നെ വിട്ടുപോയ ആൾ. ആ ചെറുപ്പക്കാരൻ നിശബ്ദനായി. അവനൊന്നും മനസ്സിലായില്ല. പക്ഷേ അവളുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ എന്തോ ഉണർത്തി. ഒരു പഴയ ഓർമ്മ പോലെ. അവനെല്ലാം പതുക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അവൻ പിന്നെ മെല്ലെ പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നു, ഈ പ്രാവശ്യം നിന്നെ വിട്ടുപോവാനല്ല. അത് കേട്ടപ്പോൾ അവൾ ഒരു ചെറിയ ചിരി ചിരിച്ചു. അടുത്ത നിമിഷം കാറ്റ് ശക്തമായി വീശി. അവൾ പതുക്കെ അപ്രത്യക്ഷമായി. പക്ഷെ ഈ പ്രാവശ്യം അവൾ പോയില്ല. കാരണം അവൾ കാത്തിരുന്നത് അവൾ അപ്രത്യക്ഷമായ ആ രാത്രി കഴിഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ ജീവിതം മുഴുവൻ മാറി. അവൻ ഓരോ ദിവസവും അതേ സ്ഥലത്ത് എത്തി നിൽക്കും, അവളെ വീണ്ടും കാണാൻ, ഒരിക്കൽ കൂടി സംസാരിക്കാൻ. പക്ഷേ അവൾ വീണ്ടും വന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കഴിഞ്ഞു. ഒരു രാത്രി മഴ പെയ്യുന്ന സമയത്ത് അവൻ വീണ്ടും ആ മരത്തിന്റെ താഴെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വീശി അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ ഈ പ്രാവശ്യം അവളുടെ മുഖത്ത് ദുഃഖമില്ല, ഒരു ശാന്തമായ പുഞ്ചിരി മാത്രം. അവൾ മെല്ലെ പറഞ്ഞു, എന്റെ കാത്തിരിപ്പ് അവസാനിച്ചു, നീ തിരികെ വന്നതുകൊണ്ട്. അവൻ കണ്ണു നിറച്ചു ചോദിച്ചു, ഇനി നീ പോകുമോ? അവൾ തലകുനിച്ചു. എനിക്കിനി ഇവിടെ നിൽക്കാൻ ആവശ്യമില്ല, എന്റെ ആത്മാവ് ഇപ്പോൾ ശാന്തമായി. അവൻ അവളുടെ കൈ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കയ്യിൽ കാറ്റ് മാത്രം. അവൾ അവസാനമായി പറഞ്ഞു, ഈ പ്രാവശ്യം നീ എന്നെ വിട്ടുപോയില്ല, അത് മതി. അവൾ പതുക്കെ വെളിച്ചമായി മാറി, കാറ്റിൽ അലിഞ്ഞുപോയി. അവൻ ഒറ്റയ്ക്ക് നിന്നു. പക്ഷേ ഈ പ്രാവശ്യം അവന്റെ ഹൃദയം ഭാരം കുറഞ്ഞിരുന്നു. കാരണം ഒരു പ്രണയത്തിന്റെ കാത്തിരിപ്പ് അവസാനമായി സമാപിച്ചു.